കോടികളുടെ സ്വത്തുണ്ടായിട്ടും താമസിക്കാൻ സ്വന്തമായി വീടോ ഫ്ളാറ്റോ വാഹനമോ ഇല്ല രാഹുൽ ഗാന്ധിക്ക്. ആകെ 20 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് നാമനിർദ്ദേശ പട്ടികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ രാഹുൽ പറയുന്നത്. എന്നാൽ വയനാട്ടിൽ വീണ്ടും മത്സരിക്കാനെത്തിയ രാഹുലിന്റെ കൈവശം വെറും 55,000 രൂപയേ ഉള്ളുവെങ്കിലും കോടികളുടെ നിക്ഷേപമുണ്ട്. 4.3 കോടി ഓഹരി നിക്ഷേപവും 3.18 കോടി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവുമുണ്ട്. SBIയുടെ ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് ബ്രാഞ്ചിലും ഖാൻ മാർക്കറ്റിലെ ബ്രാഞ്ചിലെ HDFC ശാഖയിലുമായി ആകെ 26 ലക്ഷത്തിന്റെ നിക്ഷേപമുണ്ട്. 15.2 ലക്ഷം രൂപയുടെ സ്വർണ്ണ ബോണ്ടുകളും 4.2 ലക്ഷം രൂപയുടെ ആഭരണങ്ങളും 53-കാരനായ രാഹുലിന്റെ പക്കലുണ്ട്. ദേശീയ സമ്പാദ്യ പദ്ധതികൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവയിൽ 61.52 ലക്ഷം രൂപയുടെ നിക്ഷേപം. സ്വത്തിന്റെ ആകെ മൂല്യം 9.24 കോടി രൂപയും സ്ഥാവര സ്വത്തിന്റെ ആകെ മൂല്യം 11.14 കോടി രൂപയുമാണ്. 49.7 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. നിലവിൽ ഗുരുഗ്രാമിൽ 9 കോടിയിലധികം വിലമതിക്കുന്ന ഓഫീസ് സ്ഥലവും സ്വന്തമായുണ്ട്. കൃഷിഭൂമിയും പൈതൃക സ്വത്തായി ലഭിച്ചിട്ടുണ്ട്. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വെളിപ്പെടുത്തിയതിന് രാഹുലിനെതിരെ പോസ്കോ നിയമപ്രകാരമുള്ള കേസുണ്ട്. BJP നേതാക്കളുടെ അപകീർത്തി കേസുകളും അയോഗ്യതാ കേസുമടക്കം 18ഓളം കേസുകളുമുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.